അത് നാട്ടിലെന്താണ് എനിക്ക് പറയാനുള്ളത്. 3 കൊല്ലം ബാംഗ്ലൂരിൽ ചെലവഴിച്ചു. ബാംഗ്ലൂരിലുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു അനാഥനെ പോലെ ജീവിച്ചു. എന്തിന് ഇനി എൻ്റെ ശിഷ്ടകാലം നല്ലൊരു യുവത്വം പിന്നെയും ബാംഗ്ലൂർ ട്രാഫിക്കിന്റെ ഇടയിലേക്ക് പോകണം. ഐ ടി കമ്പനി അങ്ങനത്തെ ഐ ടി കമ്പനികളൊക്കെ സ്കാമാണ്. ഒന്നുമില്ല. ഐ ടി കമ്പനി എന്താ വെച്ചാൽ ഇവിടെ കുറവാ, ഇവിടെ കിട്ടാൻ നല്ല പാടാ. കൊച്ചിയിലുണ്ടല്ലോ സൈബർ പാർക്കില്, കോഴിക്കോടുണ്ടല്ലോ, അവിടെ കിട്ടാൻ നല്ല പാടാണ്. ഒരുപാടില്ല വാങ്ങിത്തരാം അവിടെ. പൊളിക്കും. ഞാൻ അവിടെ കിട്ടിക്കണം. അപ്പൊ അത് അവിടെ അങ്ങനെ ഒരു ഐ ടി കമ്പനി വർക്ക് ഫ്രം ഹോം ഉണ്ട്. എനിക്ക് ഐ ടി കമ്പനി ബാംഗ്ലൂർ ഐ ടി കമ്പനിക്ക് വേണ്ടി നമ്മള് ജോയിൻ ചെയ്ത ആ ടൈമിൽ തന്നെ കിട്ടൂല. നമ്മള് ഏകദേശം ഒരു വർഷം 6 മാസം കഴിയുമ്പോൾ അതൊക്കെ കിട്ടുള്ളൂ. ശമ്പളോ അല്ല, വർക്ക് ഫ്രം ഹോം ഒക്കെ. അതെ, ഐ ടി കമ്പനിയിലാണ് ഇത്രയും കാലം പഠിച്ചത്. ഇനി ഐ ടി കമ്പനിയിൽ ജോലിക്ക് പോവാണല്ലോ. അങ്ങനെ മറ്റേ ബൂർഷ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യണ ഒരു കുഞ്ഞാടായി മാറ്റാൻ അജോദിന്റെ ഭാവി തൊലക്കണം. മുതലാളിത്ത ബൂർഷ കമ്പനികളിൽ വർക്ക് ചെയ്ത എന്റെ ഭാവി തൊലക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. മീൻ പിടിച്ചാൽ മതി, ഇതിലേറെ പൈസ കിട്ടും. ആണ് എത്ര സാലറി 18 റുപ്യ 20 റുപ്യ 20 റുപ്യക്ക് എന്തെങ്കിലും ആവോ? 20 റുപ്യ റൂം റെന്റ് 6 റുപ്യ, റൂം റെന്റ് 6 റുപ്യ, ചെലവര് 3 റുപ്യ 4 റുപ്യ. എന്താ എക്സ്പീരിയൻസ്? മനുഷ്യൻ കേടൻ എക്സ്പീരിയൻസോ? അതൊന്നല്ല, ഓന് ബാംഗ്ലൂരിൽ തന്നെ നിക്കണം. സാഹചര്യം അതാ പറഞ്ഞത്. ലാഭമൊന്നും ഇല്ലെങ്കിലും അല്ല, ബാംഗ്ലൂരിൽ നിന്നാ ശമ്പളം ചെറുതാവും, സന്തോഷം വലുതാവും. കിട്ടണോടത്ത് കേറിക്കോന്ന് പറയുന്ന സംഭവല്ലേ, ആ ഒരു ഇതിലാണ് കിട്ടണോടത്ത് കേറണുണ്ട്. അതാണ് ഓൻ എക്സ്പീരിയൻസിനാ പോണത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 7,000 റുപ്യൊന്നും പോവല്ല ജോലെ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൈലേറെ നല്ല പണി ഞാൻ തരാം. റിയാലിറ്റി. ഇങ്ങനെയൊക്കെ സംഭവങ്ങള് എന്തൊന്നല്ല റിയാലിറ്റി. ഇതൊക്കെ മറ്റേതാണ്, മറ്റേ സോണില്ലേ. സൈഡ് ബിസിനസ് എന്തെങ്കിലും ഉണ്ടോ? പ്ലാൻ എന്തോ പറയാലോ. പ്ലാൻ. ഇത് മാട്രിക്സ് ആണ്. മാട്രിക്സിൽ പെട്ട് കിടക്കണം. അതിന് പുറത്തേക്ക് വാ. എസ്കേപ്പ് ദി മാട്രിക്സ്. വെറുതെ കുറെ വിദ്യാഭ്യാസം നേടി സ്കൂൾ കാലഘട്ടത്തിൽ +2 വരെ ബുദ്ധിമുട്ടി പഠിച്ച് 4 കൊല്ലം 5 കൊല്ലം ഡിഗ്രി പഠിച്ച് പിന്നെ PG പഠിച്ച് 7 കൊല്ലം 8 കൊല്ലം പണിയെടുത്തിട്ട് തന്റെ പ്രായം കുത്തക കമ്പനികൾക്ക് വേണ്ടി രാജിവെച്ച് കൊടുത്തിട്ട് ഓല് തരുന്ന നക്കാപ്പിച്ച എണ്ണി വാങ്ങി 55 വയസ്സ് വരെ പണിയെടുത്തിട്ട് 55-ാം വയസ്സിൽ പെൻഷൻ എന്ന് പറഞ്ഞ് നിന്റെ മുന്നിലേക്ക് 2000 വെച്ച് നീട്ടിയിട്ട് 60-ാം വയസ്സിൽ നീ യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ നിന്റെ യുവത്വം എവിടെ എന്ന് നിന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാലം വരും. പക്ഷെ അന്ന് 65 വയസ്സായിട്ട് മൂക്കിൽ പല്ല് മുളച്ച് പല്ലിന് കമ്പിടേണ്ട കാലം കഴിഞ്ഞു. എനിക്കിങ്ങനെ പോണത് തീരെ ഇഷ്ടമില്ല. കാരണം ഞാൻ മാട്രിക്സിൽ നിന്ന് എസ്കേപ്പ് ആയി വന്ന ആളാണ്. അല്ല, മാട്രിക്സിൽ നിന്ന് എസ്കേപ്പ് ഇപ്പൊ ഇപ്പൊ ലൂപ്പോട് കിട്ടാന് 1-2 പേപ്പർ വർക്ക് കൂടി ശരിയാ. എന്തായാലും ബാസിൽ എസ്കേപ്പ് ദ മാട്രിക്സ് ആവും.